ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാട്ടോ ദേവിയുടെ അടുത്ത് എങ്ങനെയെങ്കിലൊക്കെ ഇത് ചോദിച്ചേ പറ്റൂ, പകരം വീട്ടിയേ പറ്റൂ എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാ മീനാക്ഷി. മീനാക്ഷി ഈ കാര്യം ഗോമതി എടുത്ത് പറയണ്ട. അമ്മേ, ദേ ഞാനിത് വെറുതെ വിടില്ല. എന്റെ അച്ഛനെയാണ് അപമാനിച്ചിരിക്കുന്നത്. ആ ദേവിയുടെ വിചാരം ആരാണെന്ന ഇത്ര നാളെ അവർക്ക് ഞാൻ ബഹുമാനം കൊടുത്തിരുന്നു. ആനന്ദേട്ടന്റെ ഭാര്യ, ഞങ്ങളുടെ ഏടത്തി എന്നൊരു ബഹുമാനം ഞാൻ കൊടുത്തിരുന്നു. ഇനി അതൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ അച്ഛനെ അവർ അപമാനിച്ചിരിക്കുന്നത്. എന്റെ അച്ഛൻ ആരാന്ന് അവർക്ക് അറിയാവോ എന്ന് ഒച്ചത്തി ബഹളം ഉണ്ടാക്കാണ്. അത് കേട്ടുകൊണ്ട് ദേവി അങ്ങോട്ട് കൊണ്ട്, അയ്യോ മീനു, നീ എന്താ ഇത്ര ഒച്ചത്തി സംസാരിക്കുന്നത്? നിന്റെ ഒച്ച അപ്പുറത്ത് പഞ്ചായത്ത് വരെ കേൾക്കാലോ. ആ കേക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എന്താ മീനു, എന്താ പ്രശ്നം? ഇന്ന് എന്റെ അച്ഛൻ കടയിൽ വന്നിരുന്നു. ദേവിയുടെ അച്ഛനെ അപമാനിച്ച് പറഞ്ഞു വിട്ടോ? എന്റെ മീനു, ഞാൻ അപമാനിച്ച് പറഞ്ഞു വിട്ടൊന്നുമില്ല. മീനുന്റെ അച്ഛൻ അങ്കിൾ കടയിൽ വന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കടയിൽ വന്നിട്ട് അവിടെ ബാലൻസിന്റെ കസേരയിൽ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞപ്പോ മീനാക്ഷിയുടെ അച്ഛൻ വെറുതെ ഒച്ച ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പോവാണ് ചെയ്തത്. എന്ത് വൈരാഗ്യമുള്ള പോലെ മീനാക്ഷിയുടെ അച്ഛൻ എന്നോട് പെരുമാറിയതെന്ന് ചോദിക്കുമ്പോ ദേവിയെടുത്ത് ഇവരുടെ കള്ളം പറയണ്ട. എന്റെ അച്ഛൻ അങ്ങനെ പെരുമാറുന്നില്ല. എന്റെ അച്ഛൻ ആരാന്നറിയാവോ? എന്റെ തഹസിൽദാർ, അതറിയാവോ എന്റെ അച്ഛൻ? ഓ പിന്നെ മീനാക്ഷിയുടെ അച്ഛൻ ഒരു മാസം മേടിക്കുന്ന ശമ്പളം എന്റെ അച്ഛൻ ഒരു ദിവസം കൊണ്ട്. ആഹാ, അപ്പൊ എടുത്തി വാശിക്കാണോ? അതെ, ഞാൻ വാശിക്കാം. എങ്കിൽ ഞാനും വാശിക്കാം. എങ്കിൽ കാണാം എടുത്തി, കാണാം എന്നിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കട്ടെ. അപ്പഴേക്കും ഗോമതി വേണ്ട, മതി, നിർത്ത്, രണ്ടുപേരും നിർത്തിക്കോ ഈ സംസാരം ഇവിടെ വെച്ചിട്ട്. നോക്കുക, ഗോമതി സ്റ്റോഴ്സിന്റെ കാര്യത്തിൽ ഇവിടെ ആരും തീരുമാനം പറയേണ്ട കാര്യമില്ല. ഗോമതി സ്റ്റോഴ്സിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ബാലേട്ടനാണ്. ബാലേട്ടൻ തീരുമാനം എടുത്തോളും. വെറുതെ ആരും വഴക്കിനോ പോരുവിളിക്കോ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം ഗോമതി പറയുമ്പോഴേക്കും രണ്ടുപേരും രണ്ടു വഴിക്ക് അങ്ങോട്ട് പോകുക കേട്ടോ. ശേഷം എന്ന് പറഞ്ഞാൽ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ കണ്ടത് ഉദയഭാനുവിനെ തന്നെയാണോ? എന്നാൽ ഇത്രയും സാമ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ദേവി വരുന്നുണ്ട്. ദേവി വരുമ്പോഴേക്കും ബാലൻ ചോദിക്കണ്ട, അതെ ദേവി മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ബാലച്ച? അല്ല, മോളുടെ അച്ഛന് അനിയനോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടോ മോളുടെ അച്ഛനെ പോലെ തന്നെയുള്ളത്? ഇല്ല, എന്റെ അച്ഛന് അനിയനും ചേട്ടനൊന്നും ഇല്ലല്ലോ. ഓ ആണോ? എന്താ ബാലച്ച, എന്താ അങ്ങനെ ചോദിച്ചത്? ഇല്ല മോളെ, ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ഞാൻ കണ്ടത് ആരെയാണ് എന്ന് വെച്ചാൽ ബാലൻ ആകെ ആ ഒരു വിചാരം മാത്രമേ ബാലനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സില് ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാലൻ പറഞ്ഞിട്ട് ദേവിയെടുത്ത്, ദേവി നീ ഫസ്റ്റ് ദിവസം പൊളിച്ചടക്കി മോളെ, സൂപ്പർ ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. ദേവി താങ്ക് യു ബാലച്ച എന്നിങ്ങനെ പറയാണ്. ശേഷം മിത്രയാണെങ്കിൽ ആര്യനോട് പറയുന്നുണ്ട്, ആര്യ, ഞാൻ നാളെ മുതൽ ട്യൂഷൻ എടുക്കാൻ പോവുകയാണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ്. 2 പിള്ളേർക്ക് 1 മണിക്കൂർ ട്യൂഷൻ എടുത്താൽ മതി. മീനാക്ഷിക്ക് അറിയാവുന്ന ഒരു വീടാണെന്ന് പറയുമ്പോ മിത്രേ, അത് വേണ്ട, നീ ഇപ്പൊ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോ, എന്റെ ആര്യ, ഞാൻ PSC ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുകയല്ലേ. അപ്പൊ ഈ ഇങ്ങനെ ട്യൂഷനൊക്കെ എടുക്കുന്നത് വളരെ ഉപകാരമാകും എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നീ ഇപ്പൊ ട്യൂഷൻ എടുക്കണമെന്ന് പറയുന്ന കാരണം എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ബുദ്ധിമുട്ടാവോന്ന് വെച്ചിട്ട് നീ ട്യൂഷൻ എടുക്കാൻ ചെയ്ത്. ആര്യ, അങ്ങനെയൊന്നുമല്ല, എനിക്ക് ട്യൂഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കൂടിയിട്ടാ. എന്നാലും വീട്ടിൽ ആലോചിക്കാതെ വേണ്ട മിത്ര എന്ന് പറയാണ്. ആര്യ, എനിക്കിവിടെ ആര്യന്റെ സമ്മതം മാത്രം മതി. ആര്യൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ട്യൂഷൻ എടുക്കാം എന്ന് പറയുമ്പോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ട്യൂഷൻ എടുത്തോ എന്ന് പറയാണ്. അപ്പൊ മിത്രക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. അങ്ങനെ മിത്ര പറഞ്ഞു, എന്തോ ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നണ ആര്യ, എന്തോ മനസ്സിലെ ഭാരമൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയ പോലെ ഒരു തോന്നൽ. അതെന്താ മിത്ര അങ്ങനെ? അറിയില്ല, എന്തോ വല്ലാത്തൊരു സന്തോഷം പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാട്ടോ. മിത്ര, ഇതാരാ ഈ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, ആരാ? ഇത് മിത്രയല്ലേ? അതെ, മിത്രയാണ്. ഇതാരാ സംസാരിക്കണത്? മോളെ മിത്രയെ, ഞാൻ മിഥുന്റെ അച്ഛനാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മിത്ര ആകെ ഷോക്ക് ആവാട്ടോ. മിത്ര അപ്പൊ തന്നെ ഫോൺ ലൗഡ് സ്പീക്കർ ഇടാണ് ആരിനെ കേൾക്കാനായിട്ട്. ആരാന്നാ പറഞ്ഞത്? ഞാൻ മിഥുന്റെ അച്ഛനാ മോളെ എന്ന് പറയാണ്. മിഥുന്റെ അച്ഛനോ? അതെ, മോള് കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ വന്നില്ലായിരുന്നോ? മിഥുൻ സ്വർണങ്ങൾ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നോ? ആ അച്ഛനാ മോളെ. ഞാൻ മോളുടെ നമ്പർ ഒരുപാട് കഷ്ടപ്പെട്ടാ ഇപ്പൊ മോളുടെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. മോളെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്. എന്താ അങ്കിളെ, എന്താ എന്നെ വിളിച്ചത്? എന്നെ വിളിക്കേണ്ട കാര്യം എന്താ അങ്കിളിന് എന്ന് മിത്ര ചോദിക്കുമ്പോ, അത് മോളെ വേറൊന്നുമല്ല, മിഥുൻ ഒരാഴ്ച വീട്ടിലേക്ക് വന്നിട്ട്, ഞാൻ ആദ്യം തമിഴ്നാട്ടിലേക്ക് പോയെന്നാ വിചാരിച്ചത്. സാധാരണ അവൻ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ 4-5 ദിവസം ഫോണൊന്നും എടുക്കത്തില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ അന്വേഷിച്ചപ്പോ അവൻ അവിടെ എത്തിയിട്ടില്ല. അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരത്ത്, മോൾക്ക് അറിയായിരിക്കും. അവൻ പറഞ്ഞത് മോളെ കാണാൻ വേണ്ടി വന്നു എന്നാ പറഞ്ഞത്. എന്നെ കാണാനോ? എന്നെ കാണാൻ വേണ്ട ആവശ്യം എന്താ മിഥുന്? മോളിങ്ങനെ ചൂടാവല്ലേ, ഞാൻ കാര്യം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഒരാഴ്ച അവൻ വിളിയൂല, വീട്ടിലേക്കും വന്നിട്ടില്ല. എന്തായാലും 2 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കണത് എന്ന് പറയുമ്പോൾ മിത്ര ആകെ ഷോക്ക് ആവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഫോൺ നമ്മുടെ ആര്യൻ വാങ്ങിക്കണ്ട്. ഹലോ അങ്കിളെ, എന്റെ പേര് ആര്യൻ എന്നാണ്, മിത്രയുടെ ഭർത്താവാണ്. പറഞ്ഞോളൂ ആര്യ എന്ന് മിഥുന്റെ അച്ഛൻ പറയുമ്പോ, അതെ, ഞാൻ നിങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടിരുന്നു. മിഥുനായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കണക്ഷനും ഇല്ല അങ്കിളെ.
പിന്നെ അങ്കിൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ 2 ദിവസത്തിനുള്ളിൽ. ഞങ്ങളൊരു കാര്യം ചെയ്യാം അങ്കിള്, 2 ദിവസം കൊണ്ട് മിഥുനെ അറിയാവുന്ന ആൾക്കാർക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അതിനുശേഷം അങ്കിള് പോലീസിൽ പരാതി കൊടുത്താൽ മതി. ശരി മോനെ, എന്നാ മോൻ 2 ദിവസത്തിനുള്ളിൽ വിളിക്കണവരെ ഞാൻ കാത്തിരിക്കാം. അതിനുശേഷം ഞാൻ പരാതി കൊടുക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് ആര്യം ഫോൺ വെക്കാണ്. അവർക്ക് ആകെ ടെൻഷനായി പോവാട്ടെ. ഈശ്വര, എന്തിനു പ്രശ്നമാകോ എന്നൊക്കെ ഉള്ളൊരു ആകെ ഒരു ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലനും ഗോമതിയും അതുപോലെ തന്നെ മിത്രയും മീനാക്ഷിയും ആകാശവും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പൊ ദേവിയാണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആകാശ് പറഞ്ഞ അച്ഛ, എന്നാലും മീനാക്ഷിയുടെ അച്ഛനോട് ദേവിയുടെ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറയാണ്. മീനാക്ഷി പറഞ്ഞ ആകാശ് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോ ബാലൻ പറയണ്ട്, കണ്ടില്ല ആകാശ്, നിന്നെക്കാളും പക്വതയുണ്ട് മീനാക്ഷിക്ക്, അവൾ ആ കാര്യം വിട്ടു കളഞ്ഞു, പിന്നെ നിനക്ക് എന്താ വിടാൻ ഇത്ര പ്രയാസം? എന്നാലും ദേവിയെടുത്ത് കാണിച്ചത് കുറച്ച് അഹങ്കാരമാണ് എന്ന് പറയുമ്പോഴേക്കും അങ്കിള് ഞങ്ങളുടെ സ്വന്തം ആളല്ലേ എന്ന് പറയുമ്പോ ബാലൻ പറയുന്നുണ്ട്, മോനെ നോക്ക് ആകാശ്, ഞാനൊരു കാര്യം പറയാം, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കോ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കോ, ബഹളം ഉണ്ടാക്കോ ഒന്നും വേണ്ട. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാനുമില്ല, ഒന്നും പറയാനുമില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ദേവിക്ക് ഒരു സമാധാനാവുണ്ട്. പിന്നെ ബാലൻ പറയണ്ട്, നാളെ മുതൽ ഞാൻ കടയിലേക്ക് പോവാന്ന് പറയുമ്പോ ഗോമതി പറയണ്ട്, വേണ്ട വേണ്ട, നാളെ കടയിലേക്ക് പോകണ്ട. ബാലേട്ടന് അത്രയ്ക്ക് കടയിൽ പോകുന്ന നിർബന്ധമാണെങ്കിൽ ബാലേട്ടന്റെ പകരം ഞാൻ പോകാം. നീയോ? അതെ, എനിക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാലോ, ഞാൻ കടയിൽ പോയിക്കോളാം എന്ന് പറയാണ്. അതൊന്നും ശരിയാവില്ല, ഞാൻ നാളെ കടയിലേക്ക് പോവാം. മോളെ ദേവി, നീയും കൂടി വരണം. ജസ്റ്റ് ഇന്നലത്തെ കണക്കൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. അതിനുശേഷം മറ്റന്നാൾ മുതൽ നീ ഇവിടെ ഇരുന്നോ. ശരി ബാലച്ച എന്ന് ദേവിയും പറയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയും ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി കാണാൻ പോണ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ബാലിന്റെ മനസ്സിൽ ആകെ 2 സംശയങ്ങളാണ്. ഒന്ന് മിത്രേനെയും ആര്യനെയും കുറിച്ച് അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, വലിയ എന്തോ രഹസ്യം തന്നെ മറച്ചു വെക്കുന്നുണ്ട്. അത് നാളെ എന്തായാലും ബാലിനെ അറിയും. നാളെ പേഴ്സില് മിത്രയുടെ ഫോട്ടോ ബാലനും കാണുന്നത്. പിന്നെ ബാലിന്റെ ഉള്ളിലെ സംശയമാണ് വേറൊന്നല്ല, ഉദയഭാനു സാറ് ശരിക്കും ഒരു കള്ളനാണോ, അതോ അയാളെ പോലത്തെ വേറൊരാളുണ്ടോ എന്നൊരു സംശയം. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി ബാലിനെ അന്വേഷിക്കാം. അതായത് അടുത്ത ആഴ്ച ബാലിനെ അന്വേഷിക്കാമോ, അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാട്ടോ. അതായത് ഇവര് മുമ്പ് നിന്ന വീടിന്റെ പരിസരത്തൊക്കെ അന്വേഷിക്കുമ്പോ അവരൊക്കെ ഉദയഭാനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയണത്. ബാലന് വല്ലാത്ത വിഷമമൊക്കെ ആവും കേട്ടോ. അത് മാത്രല്ല, ബാലൻ പിന്നീട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഉദയഭാനു അതായത് ഗോമതി സ്റ്റോഴ്സ് സ്വന്തമാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവിടെ നിന്ന് മാക്സിമം വരുമാനം മോളെ കൊണ്ട് വലിച്ചെടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നൊക്കെ ബാലന് മനസ്സിലാവാണ്. ഇതൊരു തലവേദനയായാലോ, ഞാൻ കണ്ടുപിടിച്ച് കൊടുത്ത പെണ്ണാണ് ആനന്ദിന, അതുകൊണ്ട് ഈ പെണ്ണിനോട് ആയിപ്പാണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്റെ നെഞ്ചത്തായിരിക്കും കേറുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന കാഴ്ച ബാലൻ ആകെ വിഷമിച്ചിരിക്കാൻ പോകട്ടോ. ആ സമയമാണ് മിത്രക്കും അതുപോലെ തന്നെ ആര്യനും ഈ ഒരു പ്രശ്നം വരുന്നത്, പോലീസ് കേസും അതുപോലെ തന്നെ മിഥുന്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ബാലൻ എന്തായാലും ആര്യന്റെയും അതുപോലെ തന്നെ മിത്രയുടെയും കൂടെ നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. പക്ഷെ മിഥുന്റെ ആ ഒരു മൊഴി അതാണ് ഇമ്പോർട്ടന്റ്. ഒരു കാര്യം ഉറപ്പാണ്, മിഥുന് എന്തായാലും ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ആര്യനും അതുപോലെ തന്നെ മിത്രയും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് മിഥുന് ഓർമ്മ കിട്ടിയിട്ടില്ല. അപ്പൊ മിഥുന് അറിയില്ല ആരാണ് തന്നെ ഇങ്ങനെ ഉപദ്രവിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ പോലീസിന് മിത്രേനെയും അതുപോലെ തന്നെ ആര്യനെയും കസ്റ്റഡിയിൽ എടുക്കാനും സാധിക്കുന്നില്ല. പക്ഷെ ഓർമ്മ വരും. പക്ഷെ അതിനു മുമ്പ് ബാല സത്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. മിഥുന് ഓർമ്മകൾ വരുമ്പോഴേക്കും ഇത് ശരിക്കും ഒരു പകരം വീട്ടാൻ പോണത്. എന്തായാലും ബാലൻ തന്റെ മക്കളുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. എന്തായാലും ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.